നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇലിക്കൽ. അങ്ങനെ നിഫ്റ്റി തുടർച്ചയായ രണ്ടാമത്തെ ദിവസം ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇന്നൊരു നല്ല ശക്തമായിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി വീണ്ടും ഗ്യാപ്പ് അപ്പിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആക്ച്വലി ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 35 പോയിന്റാണ് നിഫ്റ്റി ഉയർന്നത്. എന്നാൽ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 160 പോയിന്റിൻ്റെ അടുത്ത് നിഫ്റ്റി ഉയർച്ച രേഖപ്പെടുത്തി. റിലയൻസ്, ആക്സിസ് ബാങ്ക്, LNT തുടങ്ങിയ കമ്പനീസാണ് നിഫ്റ്റീനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് HDFC ബാങ്ക് ഫോൾ ആയിട്ടുണ്ട്. HDFC ബാങ്ക് ഇന്ന് ഫോൾ ആയില്ലായിരുന്നെങ്കിൽ നിഫ്റ്റി വീണ്ടും പറന്നേനെ. ഓട്ടോ സ്റ്റോക്കുകളെല്ലാം തന്നെ ശക്തമായ റാലി രേഖപ്പെടുത്തി. ഐഷർ മോട്ടോഴ്സ്, ഹീറോ മോട്ടോ കോർപ്പ് എല്ലാം തന്നെ ടോപ്പ് ഗെയിനേഴ്സിലാണ് ഉള്ളത്. എലൻ മസ്ക് ഇന്ത്യയിലേക്കുള്ള വരവ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോ സെക്ടറിന് ഗുണകരമായി. കൂടാതെ തന്നെ ഓട്ടോ കമ്പനികളെല്ലാം തന്നെ അവരുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ ആസ് ഓഫ് നൗ ഇലക്ട്രിക്കൽ കാറുകൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്ല ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അത് നിലവിലുള്ള ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് വളരെയധികം വലിയൊരു ഭീഷണിയാവും. പെർസിസ്റ്റൻ്റ് സിസ്റ്റം ഏകദേശം ഒരു 10% ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2% അഥവാ ഏകദേശം $45 പെർ ഔൺസിന് ഫോൾ ആയിട്ടുണ്ട്. ബിറ്റ്കോയിൻ 65,000 റേഞ്ചിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഫർദർ ആയിട്ടുള്ള എസ്കലേഷന് മുതിരില്ല എന്നുള്ള ഒരു കമൻറ്റ് പ്രകാരമായിട്ടാണ് ഗോൾഡ് ശക്തമായിട്ടുള്ളൊരു ഫോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഇന്ന് ഇന്ത്യ വിക്സ് 5%-ലേറെ ഇടിഞ്ഞതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശദമായിട്ട് സ്റ്റോക്കിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്നും അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. കൂടാതെ തന്നെ സ്വിംഗ് കോഴ്സും നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമുക്ക് പഠിക്കാൻ സാധിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 65,900. അതിന് താഴെ കാണാം ഗോൾഡ് $46 ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ 86. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ ജോൺസ് പോസിറ്റീവാണ്. ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മറ്റു യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഏറ്റവും താഴെ കാണാം 6% ഇടിവ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ പരിശോധിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നത് ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇനി US മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ അവിടെ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള 5 ശക്തമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് വരികയാണ്. റിലയൻസിൻ്റെ റിസൾട്ട് വന്നു. പാർഷ്യൽ റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. മറ്റുള്ള റിസൾട്ട് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിൻനിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകാം. ഫിൻനിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. ആദ്യം സ്പോട്ട് ഉള്ളത് 21,350 എന്ന റേഞ്ചാണ്. അപ്പോൾ പുട്ട് സൈഡ് 21,300, 200, 21,000 എന്ന റേഞ്ചുകളെല്ലാം തന്നെ 21,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. 300 പോയിന്റ് താഴെയുള്ള 21,000 പൊട്ടില്ല എന്നാണ് ഇപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് വിചാരിക്കുന്നത്. കോൾ സൈഡിലേക്ക് 21,500 ഉണ്ട്. കോൾ സൈഡിൽ 21,500 നിലവിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ കാണാം ഒരു വ്യത്യസ്ത കളറ്. അത് കോള് കുറച്ചും കൂടി അഡീഷൻ ആയിട്ടുണ്ട്. PCR 1.1 ആണ്. HDFC ബാങ്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ്. 1.1% ഇന്ന് ഇടിഞ്ഞത് കൊണ്ടാണ് ആ 21,500 കൂടുതൽ കുറച്ചും കൂടി കോൾ അഡീഷൻ ആഡായിട്ടുള്ളതെങ്കിലും 21,800 മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിച്ച് നമുക്ക് നേരെ സ്റ്റോക്കിൻ്റെ ന്യൂസുകളിലേക്ക് പോകാം. ആദ്യം ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ ഫർദർ പബ്ലിക് ഓഫറിംഗ് 18,000 കോടി രൂപയുടെ FPO ഫർദർ പബ്ലിക് ഓഫറിംഗ് ആണ്. IPO ഐഡിയയുടെ ഇന്നുണ്ടായിട്ടുള്ളത്. ഫുള്ളി സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. നമ്മൾ IPOയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് FPOയിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസ് ബാൻഡ് 10 മുതൽ 11 ഉള്ളത്. ഇനി സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നൈജീരിയയിൽ നിന്ന് ഇവർക്ക് ഫർദറായിട്ടുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. GSPL കമ്പനി, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് കമ്പനി ഇന്ന് ഏകദേശം കമ്പനി ശക്തമായിട്ടുള്ളൊരു ഫോൾ രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ബോർഡ് ഇവരുടെ എല്ലാം തന്നെ താരിഫ് കട്ട് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. വോൾട്ടാസ് UBS എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം വോൾട്ടാസിന് അപ്ഗ്രേഡ് ചെയ്തു. ചൂട് കാരണം AC എല്ലാം തന്നെ വിൽപ്പന പൊടിപിടിക്കുന്നുണ്ട്. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് കമ്പനി 52 വീക്ക് ഹൈയിലാണ് സ്റ്റോക്ക് ഉള്ളത്. കമ്പനി ഉള്ളത് 33 കോടി രൂപക്ക് മുംബൈയിൽ ഇവർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുള്ളതാണ് കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്. എയർടെലും 52 വീക്ക് ഹൈയിലാണ് ഉള്ളത്. കമ്പനി ഇൻ്റർനാഷണൽ റോമിംഗ് പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൂടാതെ തന്നെ ഇവരുടെ സബ്സിഡറി കമ്പനി IPOയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് അഗ്രികൾച്ചർ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ പങ്കെടുക്കാനായിട്ട് ഇവർക്ക് ഓൾറെഡി അനുവാദം കിട്ടിയതാണ്. സ്റ്റോക്ക് MCX റാലി രേഖപ്പെടുത്താൻ കാരണം. ടാറ്റ മോട്ടോഴ്സും ഇവരുടെ
ടാറ്റ മാജിക് വാന് ഏകദേശം 4 ലക്ഷം യൂണിറ്റ് സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ്. വെൽസ്പൻ കോർപ്പറേഷന് 872 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. റിലയൻസ് ജിയോയുടെ റിസൾട്ട് വന്നപ്പോൾ 13% ജിയോ 4716 കോടി രൂപയിൽ നിന്ന് 5337 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തിയിട്ടുണ്ട്. മറ്റുള്ള റിസൾട്ടുകൾ നാളെ അപ്ഡേറ്റ് ചെയ്യും. റാലീസ് ഇന്ത്യ കമ്പനി ലോസാണ് ഉള്ളതെങ്കിൽ കൂടി ലോസ് കുറച്ചിട്ടുണ്ട്. 69 കോടി രൂപയിൽ നിന്ന് 21 കോടി രൂപയിലേക്ക് ലോസ് കുറച്ചു. കമ്പനി 2 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഹീറോ മോട്ടോകോർപ്പ് കമ്പനി ഇവിടെ ചീഫ് ടെക്നോളജി ഓഫീസർ റിസൈൻ ചെയ്തതായിട്ടുള്ളൊരു ചെറിയ നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. തമിഴ്നാട് മെർക്കൻറ്റൈൻ ബാങ്ക് കമ്പനി ഇവർ 250 കോടി രൂപയിൽ നിന്ന് 253 കോടി രൂപ പ്രോഫിറ്റ് ഫ്ലാറ്റായിരുന്നു. കൂടാതെ കമ്പനി 10 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കെഷോറം ഇൻഡസ്ട്രീസ് കമ്പനി ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലും ലോസ് കുറച്ചു കൊണ്ടുവരാൻ പറ്റി. കഴിഞ്ഞ തവണ 261 കോടി രൂപ ലോസ്, ഇതവണ 240 കോടി രൂപ ലോസിലേക്ക് കുറച്ചു കൊണ്ടുവന്നു. ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന ഗ്ലോബൽ സ്പിരിറ്റ് ഉത്തർപ്രദേശിലുള്ള ഇവരുടെ പുതിയ പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബിയറിൻ്റെ പ്രൊഡക്ഷൻ ഇവർ ആരംഭിച്ചു. സൈഡസ് ലൈഫ് എന്ന് പറയുന്ന ഫാർമാ സെക്ടറിലുള്ള ഒരു കമ്പനിയുടെ പുതിയ മെഡിസിന് ഇവർക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളത് US നിന്നാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ടോട്ടൽ സെയിൽസ് ഏകദേശം $242 ബില്യൺ സെയിൽസാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ബയോകോണും സമാനമായ രീതിയിൽ ഇവരുടെ പുതിയ മെഡിസിന് സൗത്ത് ആഫ്രിക്കയിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസാണ് ഉള്ളത്. ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു ആഴ്ച ഗ്ലോബൽ ഇവൻറ്റുകൾ ഒരുപാടുണ്ട്. US GDP ഡേറ്റ ഉണ്ട്, US ഹോം സെയിൽസ് ഡേറ്റ ഉണ്ട്, യൂറോസോണിലെ ഡേറ്റാസ് എല്ലാം തന്നെ ഉണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ കമ്പനീസിൻ്റെ റിസൾട്ട് എന്നാണ് അനൗൺസ് ചെയ്ത കമ്പനിയുടെ റിസൾട്ട് എന്താണ് അതും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ബിസ്മേറ്റ് ട്രേഡിങ്ങിൽ ട്രേഡ് ബഡി ടാബിൻ്റെ അണ്ടറിലാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഇലക്ഷനാണ് ഉള്ളത്. ഇലക്ഷൻ്റെ ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളും സ്വാഭാവികമായിട്ട് രീതിയിൽ നമ്മളെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ HDFC ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. ഇന്നത്തോടു കൂടിയിട്ട് റിലയൻസിൻ്റെ റിസൾട്ട് വന്നു. ഇനിയിപ്പോൾ മറ്റ് ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനീസിൻ്റെ റിസൾട്ട് ഈ ഒരു ആഴ്ച വരും. US നിന്നും സമാനമായിട്ട് ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ട് വരും. അതാണ് ഇനിയിപ്പോൾ നിഫ്റ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. നിഫ്റ്റി ഏകദേശം കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ക്ലോസിങ്ങിൽ നിന്ന് 1000 പോയിന്റ് ഇടിഞ്ഞതിന് ശേഷം നിഫ്റ്റി ഇപ്പോൾ ഏറെക്കുറെ റിക്കവറി രേഖപ്പെടുത്തി. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ HDFC ബാങ്കിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ കണ്ടിരുന്നില്ല. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ കാണുമ്പോൾ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ച് ആയിട്ടുള്ള 22,338 റേഞ്ചിൽ നിന്ന് 22,200 വരെ ഫോളോ ചെയ്ത നിഫ്റ്റി 22,365, അതായത് ഓപ്പണിംഗ് റേഞ്ച് ആയിട്ടുള്ള 22,332 നിന്ന് 32 പോയിന്റ് മാത്രമാണ് റാലി രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് HDFC ബാങ്കിൻ്റെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാരണമാണ്. ഇനി ഇന്നത്തെ BPCL, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഐഷർ മോട്ടോഴ്സ്, L&T, ശ്രീറാം ഫിനാൻസ് ഒക്കെയാണ് ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് NTPC, HDFC ബാങ്ക്, JSW സ്റ്റീൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനീസാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ നടന്നിട്ടുള്ള പ്രധാന ന്യൂസുകളും ഗ്ലോബൽ മാർക്കറ്റും എല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങളെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പുതിയതായിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പൊതുവെ ഒരു ധാരണ ഉണ്ടാവേണ്ടത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും ഇൻവെസ്റ്റേഴ്സിനെല്ലാം തന്നെ അത് ആവശ്യമാണ്. അത് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവരെയും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.